എന്താണ് ഞെട്ടണം? ഭയ്യാ മേം എനിക്ക് നിന്റെ ഉള്ളു വായിക്കാൻ പറ്റി. ഇതെങ്ങനെയും ഡീൽ ചെയ്യാം. ഞാൻ ആദ്യം ആ ചെറുക്കിനൊന്ന് കണ്ടുപിടിക്കട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പാറമട വീട്ടിൽ വീണ്ടും നമ്മുടെ കേശു ഒരു വലിയ ദുരന്തത്തിൽ. അതേ കൂട്ടുകാരെ, ലോൺ ആപ്പിൽ നമ്മുടെ കേശു പെടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്നത്തെ പ്രമോദം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭവാനി മുമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഭവാനി മുമ്മയുടെ ആണോ കേശുവിന്റെ ആണോ, ഇനി ഭവാനി മുമ്മ കോൾ അറ്റൻഡ് ചെയ്താണോ എന്നറിയില്ല. കോള് വരുന്നുണ്ട്. കോള് വരുമ്പോൾ നമ്മുടെ ഭവാനി മുമ്മയ്ക്ക് മനസ്സിലാകാത്തൊരു ലാംഗ്വേജ്. അപ്പൊ കനകം വിചാരിക്കും തമിഴായിരിക്കും, എന്റെ നാട്ടിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞ കനകവും സംസാരിക്കുന്നുണ്ട്. അപ്പൊ കനകം നോക്കുമ്പോൾ ആ ലാംഗ്വേജും അല്ല, വേറൊരു ലാംഗ്വേജ്. അങ്ങനെ തന്നെ ലച്ചു സംസാരിക്കുമ്പോഴാണ് ഹിന്ദിക്കാരനാണ് വിളിക്കുന്നത്. എന്തോ പൈസയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കേശു ഓടി വരുന്നുണ്ടേ. ഹിന്ദിക്കാരനോ എന്ന് ചോദിച്ചിട്ട് ഓടി വന്ന ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടേ. എന്നിട്ട് ഞാൻ തരാം, അടുത്ത് തന്നെ തരാം, എനിക്ക് കുറച്ച് ലീവും കൂടി തരണം എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ എന്തൊക്കെയോ ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞ് നമ്മുടെ കേശു തടി തപ്പുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലച്ചുവിന് മനസ്സിലായി എന്തോ പന്തികേടുണ്ട് എന്നുള്ളതെന്ന്. പിന്നീട് ഒരു ഫ്രണ്ട് വന്ന് നമ്മുടെ കേശുവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പൈസ എന്തോ മേടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കേശു പറയുന്നുണ്ട് ഇത് കൊടുത്ത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട് പറയുന്നുണ്ട് ഇതും കൊണ്ട് ചെന്നാൽ ഇപ്പൊ തന്നെ എന്നെ തിരിച്ച് ഓടിച്ചു വിടും, നിനക്കറിയാലോ അവരെ എന്നിങ്ങനെ നമ്മുടെ കേശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവർ ഈ സംസാരിക്കുന്നതും ഡീൽ ചെയ്യുന്നതൊക്കെ നമ്മുടെ ലച്ചു കാണുന്നുണ്ട്. അപ്പൊ ലച്ചു കേശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെയായി പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അപ്പുറത്ത് ഭവാനി മുമ്മയാണെങ്കിൽ ദൈവമേ അവൻ വീണ്ടും പോയി പെട്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് നമ്മുടെ ലച്ചുവിനെ ഷിബു വിളിക്കുന്നതോ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഷിബുവിൻ്റെ അടുത്ത് നമ്മുടെ ലച്ചു പറയുന്നുണ്ടേ, ഷിബു ഞാൻ എങ്ങനെയെങ്കിലും ഇക്കാര്യം ഡീൽ ചെയ്തോളാം, ആദ്യം ആ ചെറുക്കനെ കണ്ടുപിടിക്കട്ടെ, അവനെ കാണുന്നില്ലടാ എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഭവാനി മുമ്മയും ലച്ചുവും പാറക്കുട്ടിയും എല്ലാവരും നമ്മുടെ കേശുവിനെ പാറവട വീടിന് ചുറ്റും തപ്പോട് തപ്പാട്ടോ, കാണുന്നേ ഇല്ല. ലാസ്റ്റ് നമ്മുടെ ലച്ചു ഇങ്ങനെ തപ്പി 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 ഒരു കാഴ്ച കാണുന്നുണ്ട്, ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ആ കാഴ്ച? അല്ലെ കൂട്ടുകാരെ, നമ്മുടെ സിദ്ധുവളിയനും ഇന്നത്തെ എപ്പിസോഡില്ല. സിദ്ധുവളിയൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഡീൽ ചെയ്താനേ അല്ലെ. എന്തായാലും കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹെറം ദി മലയാളി സൈനിങ് ഓഫ്.